അടിപൊളി അയില കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ആട്ടോ. ഉണ്ടാക്കി നോക്കണേ. നമുക്കതിനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇതേപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് വരും. നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അതിന് പാകത്തിന് നന്നായിട്ടൊന്ന് ഇതേപോലെ നല്ലോണം തിളക്കുക. അപ്പോൾ അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അരക്കാവും കേട്ടോ. ആദ്യം കുരുമുളക് മാത്രം ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഇതേപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ടേക്കുക. മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരാൻ അതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഇതേപോലെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ടിന് ശേഷം നല്ലോണം വാട്ടിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ലതുപോലെ വാടട്ടെ. ഈ മീൻകറിക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അപ്പോഴേ അതിൻ്റെ ഒരു നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കുരുമുളകും മാത്രമേ ഇതിലിടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണേ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഒന്നും കൂടി ഒന്ന് വാടട്ടെ. നല്ലോണം വാടിയതാണ്ടോ. ഉള്ളി നല്ലോണം വാടണം. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ കറിയിൽ തിളച്ച് വരുമ്പോൾ ഉള്ളിയും കൊണ്ട് ഒരു ഇങ്ങോട്ട് പൊന്തി വരും. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കും. ഞാൻ 2.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 പൊടികൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇത് അവിടെ റെഡി ആയതിന് അതും ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഒരു 5 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് വേഗം അടി പിടിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം. നല്ലോണം ഇത് നല്ലോണം അങ്ങോട്ട് വാടി വന്നതിന് ശേഷം എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വരൂലേ, അതേപോലെ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് നല്ല തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 തക്കാളി മിക്സിയിലിട്ട് നൈസായിട്ട് അരച്ചെടുത്തതുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തക്കാളി കൂടുതലായി എടുക്കണ്ട കേട്ടോ. കൂടുതലെടുത്താൽ കറിക്ക് ഒരു അതി പുളിപ്പായിരിക്കും. 2 ചെറിയ തക്കാളിയാണിത്. നല്ല ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എണ്ണ കൂടി വരുന്നവരെ നന്നായിട്ട് പിന്നെ തക്കാളീൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കണ്ടോ, അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത് കണ്ടോ. എണ്ണയൊക്കെ ഇതേപോലെ മേലെ നിൽക്കുന്ന മാതിരി ഇതേപോലെ വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ, അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എത്രയാണോ ആവശ്യം അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കൂടുതൽ വെള്ളം പോലെ ആവരുത് കേട്ടോ. കറി കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം. ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എത്ര വെച്ചെടുക്കും. പക്ഷേ നമ്മൾ മറ്റേ മുളകിട്ട മീൻ കറിയൊക്കെ വെക്കൂലേ, അതേപോലെ അങ്ങനെ കൂടുതൽ വെള്ളം ആവരുത്. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീൻ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് മീനൊക്കെ നല്ല വെന്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ കയ്യിലിട്ടിങ്ങാണ്ട് ഇളക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ മീൻ ഉടഞ്ഞു പോവും. ഇത് വേഗം അടി പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചട്ടി ഒന്നിങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുക്കില്ല, അതേപോലെ ചുറ്റിച്ചെടുക്കണം. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. കുറച്ച് ആറിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കറി ഇവിടെ റെഡി ആയിട്ടോ. ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. രാവിലെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ
സാധാരണ മീൻകറി വെക്കുന്നതിൽ ഒരു വ്യത്യസ്തമായ മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, താങ്ക് യു.